ഹാരയുടെ ചിൽഡ്രൻസ് വെൽഫെയർ ബോർഡിന്റെ കീഴിൽ നടത്തപ്പെടുന്ന അനേക പ്രോജക്റ്റുകളിൽ ഒന്നാണ് ഇവിടെ കേന്ദ്രീകരിച്ച് പറയപ്പെടുന്ന ഒയാസിസ് പ്രോജക്ട്. കുട്ടികളെ താമസിച്ച് പഠിപ്പിക്കുന്നതും കൈത്തൊഴിൽ പഠിപ്പിക്കുന്നതും മറ്റു പല രീതിയിലുള്ള അനേക പ്രോജക്റ്റുകൾ വിവിധ സ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബൃഹത്തായ പ്രസ്ഥാനമായി ഇന്ന് ഒയാസിസ് വളർന്നു കഴിഞ്ഞു. നിർബന്ധ കേന്ദ്രമാക്കി 7 പഞ്ചായത്തുകളിൽ അനേക കുട്ടികളെ കേന്ദ്രീകരിച്ച് ചൈൽഡ് ഫോക്കസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, കുട്ടികളുടെ മാനസികവും ശാരീരികവും ആത്മീയവും സാമൂഹികപരമായുള്ള വളർച്ചയ്ക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കളെയും സമൂഹത്തെ സജ്ജമാക്കുന്ന ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി അനേക ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്നതിന്റെ ഭാഗമായി നാം ഇന്ന് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കഴിവുള്ളവരാണ്. ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസം എന്നുള്ള വാക്ക് മാറ്റി മാനവ ശേഷി വിഭവ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് അതിനാണ് ഒരു മന്ത്രിയെ കൊടുത്തിരിക്കുന്നത്. പണ്ട് കേന്ദ്ര ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള സ്ഥാനം നൽകിയിരിക്കുന്നെങ്കിൽ ഇപ്പോൾ മാനവശേഷി വിഭവ വകുപ്പ് മന്ത്രി, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ എന്നാണ് രേഖപ്പെടുത്തുന്നത്. എല്ലാവർക്കും അവരുടേതായ ടാലന്റുകളുണ്ട്. ആ ടാലന്റുകൾ ഉപയോഗിക്കുമ്പോഴാണ് സമൂഹത്തിനും കുടുംബത്തിനും അവർക്ക് തന്നെയും പ്രയോജനപ്പെടുന്നത്. ഞങ്ങൾക്ക് തരുന്നതിന് ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഞാൻ വളരെ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്തുന്ന CSI ചർച്ച്, ഇതുമായിട്ട് വളരെ അസോസിയേറ്റ് ചെയ്യുന്ന വി പബ്ലിഷേഴ്സ്, ഇവർക്കും ഞാൻ ആദ്യമേ തന്നെ എൻ്റെ ആശംസകളും എൻ്റെ സന്തോഷവും അറിയിക്കാം. നമുക്കറിയാം, ബഹുമാനപ്പെട്ട അച്ഛൻ അധ്യക്ഷ പ്രസംഗത്തിൽ കുറേയധികം നല്ല കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുകയുണ്ടായി. കുട്ടികളുടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്, കുട്ടികളുടെ മാനസികവും ശാരീരികവും ആത്മീയവും ഇതെല്ലാമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു കുട്ടികളെ വളർത്തുക അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ലൊരു ഭാഗമായി തീരുക എന്നുള്ളത് ഞാൻ തന്നെ മാത്രം വിചാരിച്ചാൽ കിട്ടുന്ന ഒരു അല്ലെങ്കിൽ ലഭ്യമാക്കാവുന്ന ഒരു കാര്യമായിരിക്കില്ല. എൻ്റെ വീട്ടിൽ ഞാൻ വളരണമെന്നുണ്ടെങ്കിൽ അതിൽ എൻ്റെ കുടുംബാംഗങ്ങളുടെ സഹായം വേണം. അതുപോലെ തന്നെ എൻ്റെ കമ്മ്യൂണിറ്റിയുടെ സഹായം വേണം. ഇതൊന്നും അല്ലാതെ എനിക്കൊരാളായി തീരാനായിട്ട് സാധിക്കുന്നില്ല. ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റായി. കാരണം നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ടവരായിട്ടുള്ള കുട്ടികളാണ് കൂടുതലും. ആ കുട്ടികളെ അവരുടെ ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടും അവരെ നല്ല ഒരു സ്വഭാവത്തിന് ഉടമകളാക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യവും എല്ലാവിധ അവരുടെ വളർച്ചയ്ക്കും നിദാനം കുറിക്കുന്ന ഒരു വലിയ പ്രോജക്റ്റായിട്ട് ഇത് മാറി എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ ഈ കിറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പം സാധാരണ ഇങ്ങനെ കിറ്റുകളൊക്കെ കേൾക്കുന്നത് എന്താ, ഭക്ഷണത്തിൻ്റെ കിറ്റോ അങ്ങനത്തെ ഉള്ള കിറ്റുകളൊക്കെയാണ് കേട്ടിരിക്കുന്നത്. സ്കൂൾ കിറ്റ് കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ വി പബ്ലിഷേഴ്സിൻ്റെ ഭാരവാഹികളോട് ഞാൻ ചോദിച്ചു, എന്താണ് ഈ കിറ്റിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കിറ്റിൻ്റെ അകത്ത് കുട്ടികൾക്ക് പഠിക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ, അതായത് ഒരു ബാഗ്, കൊട, അതുപോലെ തന്നെ ബുക്ക്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, പിന്നെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ എല്ലാം കൂടെ കൂടിയാൽ ഒരു 10,600-700 രൂപയുടെ സാധനങ്ങൾ ആ കിറ്റിൻ്റെ അകത്തുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാതൃക കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒയാസിസിനും അതുപോലെ ഈ പബ്ലിഷേഴ്സിനും കഴിഞ്ഞത്? വളരെ സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പടിപടിയായിട്ടുള്ള വളർച്ച, ആ വളർച്ചയിൽ അവർക്കുണ്ടാകുന്ന സ്വഭാവ രൂപീകരണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ ഏത് വിധത്തിൽ ഇപ്പോൾ പ്രൊഫസർ ഡോക്ടർ ഐപ്പു വർഗീസാണ് ചോദിച്ചതല്ലേ, നിങ്ങൾ കുട്ടികളെ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളുടെ അടുത്ത് കയ്യിൽ പിടിച്ച് വെച്ചിട്ട് സംസാരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കാൻ പറഞ്ഞിട്ട് എല്ലാവരെയും സൃഷ്ടിച്ച് 1-2 പേരൊക്കെ പൊക്കിയെന്ന് തോന്നുന്നു. അത് വളരെ വിഷമിച്ചാണ് പൊക്കിയത്.
അദ്ദേഹം പറഞ്ഞതിൻ്റെ അകത്ത് വളരെ വലിയ ഒരു അർത്ഥമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എത്രമാത്രം സ്നേഹം കൊടുക്കുന്നു, അത്ര കണ്ട് സ്നേഹത്തിലും അതുപോലെ തന്നെ അവരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവരുടെ ജീവികളോടും അതുപോലെ തന്നെ മറ്റുള്ളവരോടും അവർ ആ സ്നേഹം കാണിക്കും എന്നുള്ളൊരു യാതൊരു സംശയവുമില്ല.